പതിവ് പോലെ അത്താഴത്തിൻ്റെ ജോലികളുമായിട്ട് അടുക്കളയിൽ ബഹളമാണ്. ഈ ജോലികൾക്ക് ഇന്ന് ഇത്തിരി വേഗത കൂടുതലാണ്. കാരണം ഞാനും മോനുകുട്ടനും മുത്തും അല്ലാതെ ഒരാളും കൂടിയുണ്ട് അത്താഴം പങ്കിടാൻ. മുത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനാണ് ഷാലോം. അവരൊന്നിച്ച് +1 +2 പഠിച്ചതാണ്. അന്നൊക്കെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയൊക്കെ ചെയ്യുമായിരുന്നു. ആ സന്തോഷമൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. +2 ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് പോയതോടെ വരവൊക്കെ കുറഞ്ഞു. ഒരുപാട് നാളിന് ശേഷമാണ് ഷാലോം ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വൈകിട്ട് വന്ന വഴിക്ക് കപ്പ മേടിച്ചിട്ട് വന്നു. കപ്പ വേവിച്ചു, അയല കൊണ്ടുവന്ന് അത് കറി വെച്ചു, മോര് കറി വെച്ചു. അതൊന്നും പോരാഞ്ഞ് അമ്മ കുറച്ച് കറികൾ തന്നെ. ഒന്ന് മുരിങ്ങയ്ക്ക തീയൽ വെച്ചതാണ്, പിന്നെ മത്തി തോരൻ വെച്ചത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മൾ മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഉണ്ടായിരുന്നു. ഇവിടുത്തെ അത്താഴത്തിൻ്റെ സമയം 8 മണിയാണ്. ഇന്ന് കറികളൊക്കെ ഉണ്ടാക്കാൻ താമസിച്ചതുകൊണ്ട് 9 മണിയായി. അപ്പോൾ എല്ലാവരും ഞാൻ വിളിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ആഹാരമൊക്കെ വെച്ചാൽ വിളമ്പി കൊടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അവരവരെ ആവശ്യത്തിന് വിളമ്പി കഴിക്കുന്നതാണ് കേട്ടോ. കുറഞ്ഞെന്നും കൂടിയെന്നും ഒന്നും വേണ്ട. നമ്മുടെ ആവശ്യത്തിന് വിളമ്പിയെടുക്കുന്നതിന് ഒരു ഫോർമാലിറ്റിയും വേണ്ട എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ മീൻകറി വെച്ചതൊന്നും എടുത്തില്ല. മത്തിത്തോരനും കപ്പയും തീയലും മോരുകറിയാണ് എടുത്തത്. എപ്പോഴായാലും മുത്തിൻ്റെ കൂട്ടുകാർ വീട്ടിൽ വരുമ്പോൾ അവനേക്കാൾ സന്തോഷമുള്ള ഒരാൾ മോനുകുട്ടനാണ്. ഭയങ്കര ഹാപ്പിയാണ് അവരെ കാണുമ്പോൾ. എന്നാൽ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കട്ടെ.